ലഹരിക്കും അക്രമത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ എക്സൈസ് ഓഫീസിന് മുൻപിൽ ഉപവാസം തുടരുന്നു. ഇന്നു രാവിലെ തുടങ്ങിയ ഉപവാസത്തിന്റെ ഉദ്ഘാടനം KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP നിർവഹിച്ചു. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ വെച്ച SFI നേതാവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം ജനമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് സുധാകരൻ പറഞ്ഞു. കൊച്ചുമക്കൾ മുതൽ പ്രായമുള്ളവർ വരെ മദ്യത്തിനടിമകളാണ്, കഞ്ചാവിനടിമകളാണ്. എത്ര മരണങ്ങളാണ് നടന്നത്? ഇന്ന് കാലത്ത് പോലും നമ്മുടെ കളമശ്ശേരി പോളിടെക്നിക്കിലെ SFIയുടെ നേതാവ് കഞ്ചാവ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നു. ഹോസ്റ്റൽ താമസ സ്ഥലത്ത് നിന്ന് പിടികൂടി. ഹോസ്റ്റലാണെന്ന് ഓർക്കുന്നത്, മറ്റു വിദ്യാർത്ഥികൾ കൂടെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോ SFIയുടെ നേതാക്കന്മാർ ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഒരു നരക തുല്യമാക്കി മാറ്റിക്കൊണ്ടു പോകുമ്പോൾ ഇതിനെതിരെ ഒരു പോരാട്ടം നമുക്ക് വേണ്ടേ? ഇതെവിടെയെങ്കിലും അവസാനിപ്പിക്കട്ടെ. എത്ര കൊച്ചുമക്കളെ മദ്യപിച്ചും കഞ്ചാവടിച്ചും ബലാത്സംഗം ചെയ്തു കൊന്നു, എത്ര ആളുകളെ ഇതേപോലുള്ള മറ്റക്രമത്തിലൂടെ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നമുക്ക് ലജ്ജ തോന്നുന്നു. മലയാളികൾക്ക് പ്രത്യേകിച്ചും നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, നമുക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല, നമുക്ക് അങ്ങനെ ഒരു അനുഷ്ഠാനമില്ല. അത്തരമൊരു കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടും സാമൂഹിക ജീവിതത്തിന്റെ ഭദ്രത തകർത്തുകൊണ്ടും ഈ നാട് കുട്ടിച്ചോറാക്കി മാറ്റുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ചെറിയ പോരാട്ടം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ സമരത്തിന്റെ ഒരു അകത്താറുണ്ടാക്കി അതിൽ ഈ സർക്കാരിനെ മുക്കിക്കൊല്ലാൻ കേരളത്തിലെ സാമാന്യ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് സാധിക്കണം. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് A. ശർമിള അധ്യക്ഷത വഹിച്ചു. ഉപവാസ പന്തലിന് മുൻപിൽ വെച്ച ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തിക്കൊണ്ട് PC രാഗേഷ് അച്ഛൻ എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ചു. നമ്മുടെ മക്കളിൽ ഇപ്പോഴും നമ്മളുണ്ടാ, നമ്മുടെ നാടുണ്ടാ, നമ്മുടെ രാജ്യമുണ്ടാ, നമ്മുടെ രാജ്യത്തിന്റെ നട്ടലല്ലേ നമ്മുടെ കുട്ടികൾ. ഇതുപോലെ തന്നെ നമ്മുടെ മീഡിയക്കാരൻ നാണുവാട്ടം പോലെ കാര്യം സാറിന് അറിയില്ലേ? ഒരു എഞ്ചിനീയറിംഗ് 10th ക്ലാസ്സിൽ പാസ്സായിട്ട് ഏതോ ഹോസ്റ്റലിൽ പോലെ ഇപ്പൊ പഠിച്ച് അടുത്ത പിള്ളേർക്കോ കൊടുത്തു എന്നാ പറയുന്നത്, എന്തോ കുത്തിവെച്ചെന്നാ പറയുന്നത്. അന്നേരം മുതൽ പിരാന്തന നട്ടപ്പിരാന്തേ. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റിയത് ആർക്കും സഹിക്കാൻ പറ്റുക? ആണക്കിടലും ആദ്യം പൊളിച്ചു കണ്ണും ഉടുതുണിയില്ലാതെ ചോര ഒലിപ്പിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. എന്നേരം കിടന്ന എന്നേരാൻ പറ്റുക? ഇടാൻ പറ്റുക? നിങ്ങളെല്ലാവരും എന്റെ പൊടി ഉണ്ടാവില്ലേ? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലുണ്ടല്ലോ ഈ കാട്ടുകള്ളന്മാർ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ തട്ടാൻ പറ്റും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, ജോസ് ജോർജ് പ്ലാത്തോട്ടം, സുമ ബാലകൃഷ്ണൻ, ശ്രീജ മഠത്തിൽ, രജനി രമാനത്ത്, അത്തായി പത്മിനി, ഉഷ അരവിന്ദ്, അമൃത രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.